ഈശോയിൽ സ്നേഹമുള്ളവരെ, മലയാളികൾ ഒരുമയുള്ളവരാണോ? 2018 മഹാപ്രളയമുണ്ടായപ്പോൾ സ്വയം മറന്ന് മറ്റുള്ളവർക്ക് കൈത്താങ്ങായവരും ഒറ്റക്കെട്ടോടെ ആ പ്രളയത്തെ അതിജീവിച്ചവരുമാണ് നമ്മുടെ മലയാളികൾ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വയനാട്ടിലെ ചൂരൽമലയിൽ പ്രകൃതി കണ്ണുനീര് നൽകിയപ്പോൾ അവരോടൊപ്പം വേദനിച്ചവരും ആ ജനത്തെ എല്ലാ തരത്തിലും സഹായിച്ചവരുമാണ് നമ്മുടെ മലയാളികൾ. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ജനം ഈ ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ മലയാളികളുടെ ഒരുമയിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നവരാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ പേടിപ്പിക്കുന്ന ചില കാര്യങ്ങളും ഈ കൊച്ചു കേരളത്തിൽ ഈ അടുത്തിടെ നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് അഫാൻ എന്നു പേരുള്ളൊരു ചെറുപ്പക്കാരൻ സ്വന്തം സഹോദരനെ അടക്കം ഏറ്റവും പ്രിയപ്പെട്ടവരായ 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. നന്ദൻകോട് കൊലപാതകം ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ വിധി വന്നത്. കേഡൽ ജീൻസൺ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം അപ്പൻ, അമ്മ, സഹോദരി എന്നിവരടക്കം 4 പേരെയാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളടക്കം മക്കളെ കൊല്ലുന്ന കഥകൾ. ഈ മാർച്ചിൽ താമരശ്ശേരിയിൽ സഹപാഠികൾ ചേർന്ന് മുഹമ്മദ് അഫ്സൽ എന്നു പേരുള്ള 10ാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തി. സ്നേഹത്തിൻ്റെ ഈറ്റില്ലമായ നമ്മുടെ വിദ്യാലയങ്ങളിൽ പോലും പകയുടെയും വെറുപ്പിൻ്റെയും കൊലപാതകത്തിൻ്റെയും കഥകൾ. അതുപോലെ പാലക്കാട് നെന്മാറയിൽ ചെന്താമര എന്നു പേരുള്ള വ്യക്തി അയൽവക്കക്കാരായ 2 പേരെ കൊലപ്പെടുത്തി. ഇതൊക്കെ ചുരുക്കം വാർത്തകളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ കുടുംബത്തിനുള്ളിലും വിദ്യാലയങ്ങളിലും അയൽപക്ക ബന്ധങ്ങളിലുമെല്ലാം പഴയ പോലെ സ്നേഹമുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുമ കൂടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും മറ്റ് ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും ഒരുമയും നഷ്ടപ്പെടുന്നു, വിദ്വേഷവും വെറുപ്പും അക്രമവും വർദ്ധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമയത്താണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഒരുമയ്ക്ക് വേണ്ടി, യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈശോ 2 കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. ഒന്ന്, ഈശോ ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 2, ഈശോ പറയുകയാണ്, പിതാവേ, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈശോയുടെ പ്രാർത്ഥന മാത്രമല്ല, നമ്മളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ് എന്നുള്ളതാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത് എന്നാണ് വചനത്തിലൂടെ ഈശോ പറയുന്നത്. ശരിക്കും എന്താണ് മനുഷ്യരെ ഒരുമിപ്പിക്കുന്നത്? അത്യാവശ്യം അറിവുള്ള എല്ലാവരും പറയും, മനുഷ്യരെ ഒരുമിപ്പിക്കാനായിട്ട് ഒരൊറ്റ കാര്യം മതി, എല്ലാവരും മനുഷ്യരാണെന്ന് ചിന്തിച്ചാൽ മതി. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നത് രാഷ്ട്രീയവും മതവും നിറവും ഭാഷയും സംസ്കാരവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം മറന്ന് മനുഷ്യൻ മനുഷ്യനാണെന്ന് ചിന്തിച്ചാൽ ഒരുമ വരുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ സുവിശേഷം നമ്മളോട് പറഞ്ഞു തരികയാണ്, എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരുമ വരുന്നത്. ഏതാണ് സത്യം? സ്നേഹമുള്ളവർ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സാധാരണ ലോജിക്കുണ്ട്. എനിക്കിപ്പോൾ 38 വയസ്സാണ്, എൻ്റെ മാതാപിതാക്കൾ ജീവനോടെയുണ്ട്. പക്ഷെ ഞാൻ വളർന്ന സമയത്താണ് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടത്. അപ്പോൾ അവർ ജീവിച്ചിരുന്ന സമയത്തും അവർ മരിച്ചതിന് ശേഷവും എൻ്റെ മാതാപിതാക്കളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം. അവർ ജീവിച്ചിരുന്ന പോലെ, ആ കാലത്തെ പോലെ ഊഷ്മളമല്ല സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം അവരുടെ മരണശേഷം. ഇത് മാതാപിതാക്കൾ മരണപ്പെട്ട എല്ലാ വീട്ടിലെയും അവസ്ഥയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മാതാപിതാക്കൾ ജീവനോടെ ഇരിക്കുമ്പോൾ സഹോദരി സഹോദരന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ എന്ത് ഒരുമയാണ്. പക്ഷെ അവർ മരിച്ചു കഴിയുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാവരും ഒരേ അപ്പൻ്റെ മക്കളാണ് എന്നുള്ള ഒരു ബോധ്യമാണ് മനുഷ്യരെ ഒരുമിപ്പിക്കുന്നത്. സൗത്ത് ആഫ്രിക്കക്കാരനായ 1984 നോബൽ സമ്മാന ജേതാവായ ഒരു ആംഗ്ലിക്കൻ ബിഷപ്പാണ് ഡെസ്മണ്ട് ടുട്ടു.
അദ്ദേഹം വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ഒരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. സൗത്ത് ആഫ്രിക്കക്കാരെ ഒരുപാട് പതിറ്റാണ്ടുകൾ കണ്ണുനീരിലാക്കിയ നിയമമായിരുന്നു വർണ്ണവിവേചനം. മനുഷ്യരെല്ലാവരെയും ഒരുപോലെ കാണുന്നതിന് പകരം കറുത്തവർക്ക് ഒരു നിയമം, വെളുത്തവർക്ക് മറ്റൊരു നിയമം. വെളുത്തവർ പ്രത്യേക സ്ഥലങ്ങളിൽ താമസിക്കുന്നു, അവരുടെ മക്കൾ പ്രത്യേക സ്കൂളുകളിൽ പഠിക്കുന്നു. വെളുത്തവർക്ക് കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളുമുള്ള ജോലി, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് വെളുത്തവർക്ക് മാത്രം അവകാശം. എന്നാൽ കറുത്തവർ അവരുടെ മക്കൾ പ്രത്യേക താഴ്ന്ന വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു, അവർക്ക് ശമ്പളം കുറവുള്ള താഴ്ന്ന ജോലികൾ, അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെ കറുത്തവരും വെളുത്തവരും രണ്ടായിട്ട് കണ്ടിരുന്ന ഒരു വർണ്ണവിവേചനത്തിൻ്റെ കാലഘട്ടം സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്നു. ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന ഡെസ്മണ്ട് ടുട്ടു ഇതിനെതിരെ ശക്തമായ ശബ്ദമുയർത്തി. അദ്ദേഹം ബിഷപ്പായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അതുപോലെ അഹിംസയിലൂന്നിയ അദ്ദേഹത്തിൻ്റെ സമരങ്ങളുമെല്ലാം ലോക ശ്രദ്ധ ആകർഷിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് 1984 അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകി ലോകം ആദരിച്ചത്. അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്താണ്? ഡിവിഷനില്ലാത്ത, വിഭജനമില്ലാത്ത, മനുഷ്യരെല്ലാവരും തുല്യരായി കാണുന്ന ഒരു സൗത്ത് ആഫ്രിക്ക. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പരിണത ഫലം കൂടിയായിട്ടാണ് 1994 സൗത്ത് ആഫ്രിക്കയിൽ ആദ്യത്തെ കറുത്ത പ്രസിഡൻ്റായി നെൽസൺ മണ്ടേല സ്ഥാനമേൽക്കുന്നത്. ഈ നെൽസൺ മണ്ടേല തന്നെ തൻ്റെ സത്യത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ ഹെഡായി നിയമിച്ചത് ഈ ആംഗ്ലിക്കൻ ബിഷപ്പിനെയാണ്. അപ്പോൾ ഈ ഡെസ്മണ്ട് ടുട്ടു അദ്ദേഹം എവിടെ നിന്നാണ് അദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: ഞാൻ ഒരു ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ വായിച്ച ബൈബിളിൽ നിന്നാണ് എനിക്ക് പ്രചോദനം കിട്ടിയത്. മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ വർണ്ണവിവേചനത്തിനെതിരെ പോരാടാനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയത്. പ്രിയമുള്ളവരെ, അതല്ലേ സത്യം? നമ്മളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ് എന്നുള്ള തിരിച്ചറിവല്ലേ നമ്മളുടെ സമൂഹത്തിൽ യൂണിറ്റി, ഒരുമ, ഐക്യം കൊണ്ടുവരുന്നത്. പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈശോ പ്രാർത്ഥനയിൽ ആദ്യം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആ പ്രാർത്ഥന ചൊല്ലുന്നവരാണ്. അപ്പോൾ നമ്മൾ ആ സമയം ഓർക്കുന്നൊരു കാര്യമുണ്ട്: ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരേ പിതാവിൻ്റെ മക്കളാണ്. പല നാടുകളിലുള്ളവർ, പല വിഭാഗങ്ങളിൽപ്പെട്ടവർ, പല സാമ്പത്തിക ശ്രേണികളിലുള്ളവർ, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്. അപ്പോൾ നമുക്ക് ഈശോയുടെ വചനത്തോട് ചേർന്ന് നമുക്ക് തിരിച്ചറിയാം, നമ്മളെ ഒരുമിപ്പിക്കുന്നത് നമ്മളുടെ പിതാവ് ഒന്നാണ് എന്നുള്ള ഒരു വാസ്തവമാണ്. ക്രൈസ്തവർ, ക്രിസ്ത്യാനികൾ, കത്തോലിക്കർ, നമ്മൾ ആരും വിഭജനങ്ങൾ, ഡിവിഷനുകൾ കൊണ്ടുവരേണ്ടവരല്ല, മറിച്ച് നമ്മൾ ഒരുമിപ്പിക്കേണ്ടവരാണ്. നമുക്ക് പ്രിയങ്കരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വിട്ടുപോയിട്ട്, ഈ ലോകം വിട്ടുപോയിട്ട് 1 മാസം തികഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം തൻ്റെ ചാക്രിക ലേഖനമായ ഫ്രത്തേലി തുത്തിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. അപ്പോൾ നമുക്കത് തിരിച്ചറിയാം. ഒരേ പിതാവിൻ്റെ മക്കളായ നമ്മൾ സഹോദരന്മാരാണ്. ഒരുമയ്ക്കും കൂട്ടായ്മയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.